നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളം കൊടും ചൂടിൽ ഒരുങ്ങുമ്പോഴും എല്ലാവരും അവരുടെ ജോലികളിൽ കൃത്യമായി ഏർപ്പെടുന്നവരാണ്. എന്നാൽ പല ജോലികളിലും വിശ്രമവും കുടിവെള്ളവും നൽകുന്നുണ്ട്. ഈ കൊടും ചൂടിൽ വലയുന്ന മറ്റൊരു തൊഴിലാളി വർഗമാണ് ഓട്ടോ തൊഴിലാളികൾ. ഇവർക്ക് ഒരു നേരം വിശ്രമമെടുത്താൽ പിന്നെ അതിന്റെ ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും. ഇവർക്ക് കുടിവെള്ളം നൽകാനോ ഒരു ഭരണാധികാരികളും ഇല്ല എന്നതാണ് സത്യം. ഈ ചൂടിൽ ഇവരെയും പരിഗണിക്കണം. ഇവർക്കും കുടിവെള്ളവും വിശ്രമവും നൽകേണ്ടതാണ്. കൊടും ചൂടിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഈ റോഡ് വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തുമില്ല. ഈ റോഡിൽ കിടന്ന് തന്നെ അവർ വെയിൽ കൊണ്ട് നശിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ കുടിവെള്ളമോ ഒന്നും എത്തിക്കാനുള്ളൊരു സംവിധാനം പോലും അധികാരികളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇവിടെ കിടന്ന് നട്ടം തിരിയാനല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. വെയിൽ കൊണ്ട് ശരീരം മൊത്തവും കുരുക്കളും ഇതെല്ലാം ആയി. പലരും അസുഖത്തിന് അടിമയായിപ്പോയി. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്, വിയർത്ത് ഒലിക്കുകയാണ്. അപ്പോൾ അതിനൊരു ശാസ്ത്ര പരിഹാരം എന്ന് പറയാൻ എന്താ ചെയ്യുക? അപ്പോൾ അതിന് ഒരു കുടിവെള്ള ടാങ്കോ ഒരു കുടിവെള്ള പദ്ധതി എന്നുള്ള രീതിയിൽ അധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ കൊള്ളാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും 2 കുപ്പി വെള്ളം 3 കുപ്പി വെള്ളം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊക്കെ 10 മണിക്ക് മുമ്പ് തീരുകയാണ്. 2 കുപ്പി വെള്ളം 3 കുപ്പി വെള്ളം വീട്ടുകളിൽ നിന്ന് കൊണ്ടുവരും. പക്ഷെ അത് കൊണ്ടുവന്നാലും അത് 10 മണിയാകുമ്പോൾ തീരുക. വെള്ളം കുടിച്ചൊന്നും പറഞ്ഞ കാര്യമില്ല. വെള്ളം കുടിച്ചാലും ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. രാവിലെ ഒരു 9:30 മുതൽ ചൂടാ, 6 മണി വരെ അതികഠിനമായ ചൂടാണ്. ഈ വെള്ളം കുടിച്ച് അന്നേരം ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ഓട്ടമില്ലാതെ ഈ പൊരിവെയിലത്ത് കിടക്കുക, പൊരിവെയിലത്ത് പിടപ്പാട് വിടുക. നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റും. ജീവിക്കാൻ വേണ്ടി പിന്നെ എന്നും വന്നും പോയി നിൽക്കുക. അതിനുള്ള ഈ വെയിലുള്ളതിന് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ഓട്ടം വളരെ കുറവാണ്. എല്ലാവരും രാവിലെ പിന്നെ 10-11 മണി കഴിഞ്ഞാൽ വെയിലായതുകൊണ്ട് 4 മണി വരെ ആരും ഇറങ്ങത്തില്ല. പിന്നെ ഇപ്പോൾ പൊതുവേ ഓട്ടം എന്ന് പറഞ്ഞാൽ 2-3-4 മാസം കൊണ്ട് വളരെ മോശം, സഹിക്കാൻ വയ്യാത്ത ജീവിതമാണ്. ഇത് പിന്നെ അനുഭവിക്കുക. ഈ പാവപ്പെട്ടവരുടെ ദുഃഖം കാണാൻ മറ്റാരും ഇല്ലല്ലോ. വലിയവന് വരുമ്പോഴില്ല എല്ലാവരും കാണുന്നത്, ഛർദ്ദിക്കുന്നത്. ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ കൊടുക്കണ്ടേ? 20 രൂപ ഓട്ടം. ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരത്തുള്ള ഒരു 30 രൂപയുടെ ഓട്ടം കിട്ടുന്നത്. അത് ഈ ബ്ലോക്കിനകത്തൂടെ ഇവിടെ ഈ കൊടും ബ്ലോക്കാണ്. ഇവിടെ മണിക്കൂറുകൾ ബ്ലോക്കാണ്. ഒരു 30 രൂപയുടെ ഓട്ടം വന്നാൽ നമ്മൾ ഒരു 100 രൂപയുടെ കഷ്ടപ്പാട് പെട്ടെങ്കിലേ 30 രൂപ കിട്ടും. 100 രൂപയുടെ പെടാപ്പാട് പെടണം എങ്കിലേ 30 രൂപ കിട്ടും. ഇവിടുന്ന് ഒരു ഓട്ടം ചന്തമുക്ക് വരെ കിട്ടി, അല്ലെങ്കിൽ ഗണപതി അങ്ങ് വരെ 4 ലൈൻ വണ്ടിയാണ്. അത് പോയി ചവിട്ടിപ്പറിച്ച് അവിടം വരെ ചെല്ലുമ്പോൾ എന്തുമാത്രം ത്യാഗം. പിന്നെ തിരിച്ചു പറഞ്ഞ സ്റ്റാൻഡ് വരുമ്പോൾ സ്റ്റാൻഡ് കാണത്തില്ല. നമ്മൾ വെളിയിൽ കിടന്ന അന്നേരം പറ്റിയ 500 രൂപ പറ്റിയാണ്. എല്ലാം ഭയങ്കര ദുരിത ജീവിതമാണ്. അധികാരികൾ ആരും ഇതിനെപ്പറ്റി ആട്ടോക്കാരെ പറ്റി ചിന്തിക്കത്തില്ല. ആട്ടോറിക്ഷക്കാർക്കിടെ നിന്ന് വരുമാനം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് 25,000 രൂപയുടെ ട്രാഫിക് പറ്റിയുണ്ട്. 25,000 രൂപ പറ്റി നിലവിലുണ്ട്. 25,000 രൂപ പറ്റിയുണ്ട്. അപ്പോൾ ആരധികാരി ആര് ചെയ്യാനാണ്? എന്നാൽ അവരെന്ന് ഈ 1000 രൂപ സീബ്രാലയനകത്ത് കയറി 1000 രൂപ പറ്റിയെന്ന് പറഞ്ഞാൽ കടുത്ത പറ്റിയില്ലേ? ഇതാര് ചോദിക്കാൻ, ആര് പറയാൻ? 1-2 കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് കുടിച്ച് തീരും. പിന്നെ നമുക്ക് വെളിയിൽ നിന്ന് 20 രൂപ വെള്ളം മേടിക്കാൻ പറ്റും. ഈ 30 രൂപ മിനിമം ഓട്ടം ഉള്ള ഒരാൾ 20 രൂപയുടെ വെള്ളം കുടിക്കാൻ പറ്റും. 20 രൂപയുടെ വെള്ളം മേടിച്ച് കുടിക്കാൻ പറ്റും. 30 രൂപ മിനിമം ഓട്ടം. ഇവിടെ എന്തൊക്കെ ഒരു മണിക്കൂർ കിട്ടുന്ന 30 രൂപ ഓട്ടം. അതിവിടെ മിനറൽ വാട്ടർ വല്ല ഇവിടെ നമുക്ക് ഈ ഓട്ടോക്കാർക്ക് വെച്ചെങ്കിലേ നമുക്ക് അത്രയും ഗുണം ചെയ്താൽ, നമുക്ക് അത്രയും സഹായം ഉണ്ടാകാൻ. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ്.